ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സാം വ്ളോഗാണ്. എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എണീച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് റിവിഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഒന്ന് പൊടി തട്ടി എടുക്കണമല്ലോ. എത്രയൊക്കെ പഠിച്ചാലും ഒന്ന് പോളിഷ് ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒന്ന് എണീച്ചെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പഠിച്ചതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ എല്ലാം നന്നായി വായിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ ഞാൻ എല്ലാം ഒരുങ്ങിയിട്ട് ശേഷം ഞാൻ കോളേജിലേക്ക് പോയായിരുന്നു. അച്ഛനാണ് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കാറുള്ളത്. അപ്പോൾ അച്ഛൻ്റെ കടയ്ക്ക് നടന്നു പോയിരുന്നു. ഇതാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ. റോഡ് പണിയാണ് ഇവിടെ. അത് ഞാൻ കോളേജിലെത്തിയ ശേഷം ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിക്കണം, അപ്പോൾ ഞാനൊന്ന് എടുത്ത് വായിച്ചു നോക്കി. ഫസ്റ്റ് 2 പീരീഡാണ് കേട്ടോ എക്സാമൊക്കെ നന്നായി കഴിഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ ആ സമയത്താണ് ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു സീനിയർ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഗൈസ്. നല്ല രസമല്ലേ ഈ കോളേജിൽ ഞങ്ങൾ എത്തിയിട്ട്? എത്രയും മാസമായി? 9 മാസമോ? 9 മാസമായി. അപ്പൊ വരേക്കും ഞങ്ങൾ ഈ കോളേജിലുള്ള ഈ സ്ഥലം മാത്രം ചുറ്റി കണ്ടിട്ടില്ല. ഇപ്പൊ എന്റെ പ്ലേറ്റ് ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പ്ലേറ്റ് അവിടെ വീണ്. അപ്പൊ ഞാൻ ബാക്ക് സൈഡിൽ കൂടെ വന്നു നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. എങ്ങനെയുണ്ട് എക്സാം ഹരിണി? ഇന്ന് എക്സാം ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ടൈം കുറെ അധികമായി തന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ എക്സാം 1 മണിക്കൂറിന് മുന്നേ കഴിഞ്ഞു. 4 പേജൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4 പേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദൃശ്യടുത്ത് ചോദിച്ചു, അവള് പറഞ്ഞു എഴുതണോണ്ട് കുറച്ച് അധികം ആവശ്യം. ദൃശ്യടുത്ത് ചോദിച്ചു. അപ്പൊ അവള് വന്നിട്ട് ഇനിയുണ്ട് 3/4 മണിക്കൂർ സമയം ഉണ്ടെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് 5 മാർക്കിന്റെ ആയിരുന്നു. ലാവിഷ് ആയിട്ട് 10-15 മാർക്കിന് എഴുതിയിട്ടുണ്ട്. 2 പേജ് 5 മാർക്കുള്ളത് 10 മാർക്കിന് 2 പേജ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ 5 മാർക്കിന് പകുതി പേജ് കൂടി ഞാൻ 1 പേജിന്റെ പകുതി എഴുതിയിട്ടുള്ളൂ. 5 മാർക്ക് അതാണ് നല്ലത്. 3/4 പേജ് അത്ര എഴുതിയിട്ടുള്ളൂ. 2 പേജ് പോയതാണ് ഞാൻ ഇന്റേണൽ എക്സാം എഴുതി. അതിൽ വെച്ചാൽ ഞാൻ പേജ് അധികം എന്തിനാണ് പേജ് വേസ്റ്റ് ചെയ്യണം? പേജ് അമൂല്യമാണ് വെച്ചിട്ട് ഞാൻ പേജ് കമ്മിയാക്കി എഴുതി. പക്ഷെ ഈ തവണ അതിന് വേണ്ടി അതും വെട്ടിച്ചിട്ട് ഞാൻ റെക്കോർഡ് വാങ്ങിക്കും. അതെ പേജ് അവൾ ആ പേജും കൂടി ഈ സമയത്ത് വാങ്ങിച്ചിട്ട് അത് എഴുതി. അപ്പൊ അത് നോക്കുമ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഞാൻ 3 മാർക്കിന്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ നിന്ന് എടുത്ത് തെരഞ്ഞെഴുതാൻ മറ്റേ ആൻസർ ക്വസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞിട്ട് എഴുതില്ല. ഞാൻ 15 ഇയേഴ്സ് പഠിച്ചു, അതിന് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല. എനിക്ക് എത്ര സങ്കടമായിരുന്നു അറിയുക. നമ്മളൊക്കെ പിന്നെ എല്ലാവരും തൊട്ട് ഞാൻ എല്ലാം അങ്ങോട്ട് ഇംഗ്ലീഷ് അങ്ങോട്ട് തട്ടി വിട്ടിട്ടുണ്ട്. നല്ല മാർക്ക് കിട്ടുന്ന വിചാരിക്കും. നമ്മള് പിന്നെ കഥ എഴുതണ കൊണ്ട് കഥ എഴുതിയിട്ടുണ്ട്. കഥ നന്നായിട്ട് തള്ളി വിട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മലയാളം അതൊക്കെ തള്ളിവിടാൻ പറ്റും. നന്നായിട്ട് എഴുതി. കുറച്ചൊക്കെ ചാപ്റ്ററിന്റെ പേര് ആദ്യം തന്നെ അടിപൊളിയായിട്ട് എഴുതും. പോയിന്റിന്റെ പേര് മറന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പോയിന്റിനെ കുറിച്ച് പോയിന്റിന്റെ പേരൊക്കെ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് ഒരു വൈഫിന്റെ പേര് മാത്രം, ഹസ്ബൻഡിന്റെ പേര് മറന്നുപോയി. ഞാൻ ഗ്രേസ് ഗ്രാൻസ് ആണ് എന്തൊക്കെയൊക്കെ ഓർമ്മ. ഇപ്പൊ FIUGP-യുടെ എന്താണ് സെക്കൻഡ് ഇയർ ആൾക്കാരാണ്. അതായത് പോയ വർഷം തുടങ്ങി ഇപ്പൊ ഞങ്ങൾ സെക്കൻഡ് ഇയർ ആണ്. പരീക്ഷണ വസ്തുക്കൾ ഞങ്ങളുടെ സീരിയസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എക്സാം റിവ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ബിറ്റൊക്കെ ആയപ്പോൾ ടീച്ചർ വന്നിട്ട് കമ്പൈൻസ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 2 മിനിറ്റ് നന്നായി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും പഴയ അവസ്ഥയ്ക്കായി. അതിന് സർവ്വസാധാരണമാണ്. അപ്പോൾ ഗൈസ്, കോളേജ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇന്ന് എക്സാം ആയിരുന്നു. രാവിലെ ഫസ്റ്റ് 2 അവർ മാത്രമേ എക്സാം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സസ് ആയിരുന്നു. ഇനി അടുത്ത ഇൻറ്റേർണൽ വരാൻ പോണത് ഈ വരുന്ന വ്യാഴാഴ്ച, മീൻസ് മാർച്ച് 12 ആണ്, തേഴ്സ്ഡേയാണ് വരാൻ പോണത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം. കാരണം അത് മേജർ കോഴ്സാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. കുറച്ച് ടഫായിരിക്കും. എന്നാലും പിന്നെ പഠിച്ചാൽ പിന്നെ എല്ലാം ഈസി ആവുമല്ലോ. അതുപോലെ പഠിക്കണം കുറച്ച് നന്നായിട്ട്. ഇനി അടുത്ത് ഈ ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞ അടുത്ത് വരുമ്പോൾ സെം എക്സാമാണ്. അത് ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയിട്ട്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ബൈ.